ശ്രീകൃഷ്ണ ജ്യോതിശാലയ്ക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂലൈ മാസത്തിൽ ധനുക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനുക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം, പോരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് 3-ൽ രാഹു അനുകൂലമാണ്, 4-ൽ ശനി കണ്ടക ശനി തുടങ്ങുന്നുണ്ട്, 6-ൽ ശുക്രൻ അനുകൂലമാണ്, 7-ൽ സൂര്യനും വലിയ കുഴപ്പമില്ല, 7-ൽ ഗുരു അനുകൂലമാണ്, 8-ൽ ബുധനും അനുകൂലമാണ്. 9-ാം ഭാവം ത്രികോണസ്ഥാനം നിൽക്കുന്ന കാരണം കൊണ്ട് ചൊവ്വയും കേതു അനുകൂലമല്ലെങ്കിലും ഉപദ്രവം ചെയ്യാതെ നോക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ദോഷം ചെയ്യേണ്ടതില്ല. പക്ഷേ അതിന് പകരം ഗുണാധിക്യം ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. തൊഴിൽ മേന്മ ഉണ്ടാവും എന്ന് പറയാം. തൊഴിലനുസരിച്ചുള്ള ലാഭം കിട്ടുമോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ തൊഴിൽ സ്ഥാനത്തിൻ്റെ ലാഭസ്ഥാനാദ്യം ശുക്രനാണ്. ശുക്രൻ അനുകൂല സ്ഥാനമായ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം അത് നല്ല സുഭിക്ഷമായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അത് കാരണം തൊഴിലിനനുസരിച്ചുള്ള ലാഭം കിട്ടുവാനുള്ള സാധ്യത, സഹായ ഹസ്തങ്ങൾ കിട്ടുവാനുള്ള സാധ്യത ഉണ്ടോ ചോദിച്ചു പറഞ്ഞാൽ സഹായ ഹസ്തങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് സഹായ ഹസ്തങ്ങൾ എന്ന് പറഞ്ഞാൽ സഹായിക്കാനുള്ള മനസ്സുകളുണ്ടവർ. ഇപ്പോൾ നമുക്ക് സഹായം ചോദിച്ചു പോവുകയാണെങ്കിൽ സഹായിക്കാൻ തയ്യാറുള്ളവരുണ്ടാകും, ഉണ്ടോ എന്ന് ചോദിക്കും. ദൈവാനുഗ്രഹം ഉണ്ടോ ചോദിച്ചാൽ ദൈവാനുഗ്രഹം ഉണ്ട്. 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന കാരണം ദൈവാനുഗ്രഹം ഉണ്ട് എന്നാണ് പറയാം. അപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങൾ നടത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗർഭാധാരണത്തിനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത, സന്താനങ്ങൾ പിറക്കുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത, വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കുവാനുള്ള സാധ്യത, അതുപോലെ കുറേ കാലങ്ങളായി വിവാഹം ഒന്നും നടക്കാതെ പോകുന്നവർക്ക് അതല്ലാതെ എൻഗേജ്മെൻറ്റിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ കണ്ടക ശനി നിൽക്കുന്ന കാരണം കൊണ്ട് ഭവന സംബന്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരയ്ക്കുള്ള മെക്കാനിക്കൽ ഹൈടെക് മെഷീനറി സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കെല്ലാം കുറച്ചൊരു ദോഷകരമാണ്. കാരണം കണ്ടക ശനി ഉള്ള കാരണം കൊണ്ട് സ്റ്റീൽ സംബന്ധപ്പെട്ടതും മെഷീനറി സംബന്ധപ്പെട്ടും ഇരുമ്പ് സംബന്ധപ്പെട്ട ഒരു ലോക സംബന്ധപ്പെട്ടുള്ള ആളാണ് ശനി. ആ ശനിയെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് ശനിക്ക് വന്നിട്ട് ഏറ്റവും കുറഞ്ഞ വഴിപാടെന്ന് വെച്ചുകൊണ്ട് എള്ളുതിരി, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നീരാഞ്ജനം, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നീരാഞ്ജനം നെയ്വിളക്കും. ഇത് രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമായി എന്ന് പറയുന്നത്. അല്ലാതെയുണ്ട് എള്ള് പായസം, കറുത്ത പട്ട് എന്നിവയൊക്കെ അവനവന് യഥാശക്തി പ്രകാരം കൂട്ടിക്കൊണ്ടുപോയാൽ അത്രത്തോളം ദോഷങ്ങൾ കുറഞ്ഞു വരും കണ്ടകശനിയുടെ എന്നാ പറയുന്നത്. ഈ ഭവന നിർമ്മാണം, ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നവർ, അതുപോലെ തന്നെ ഭവന സംബന്ധമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്നവർ, അതായത് ഗൃഹോപകരണങ്ങൾ, ബിൽഡിങ്ങിൽ പണിയെടുക്കുന്നവർ, അതുപോലെ പെയിൻറ്റിങ് തൊട്ടിട്ട് ഇപ്പോൾ പോളിഷ് അടക്കം ചെയ്യുന്നവരാണെങ്കിലും മരപ്പണി ചെയ്യുന്നവരാണെങ്കിൽ എല്ലാം ഭവന സംബന്ധമായിട്ടാണ് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നവരെല്ലാം ഈ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ആ ദോഷാധികം കുറഞ്ഞു വരും. ഒരു വീട് പണി തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ ആദ്യം ശാസ്താവിനെ പോയി മടങ്ങി വന്ന് അവിടുത്തെ പരിഹാരങ്ങളെല്ലാം ചെയ്തു വന്നിട്ട് വേണം വീട് പണി തുടങ്ങാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗൃഹാരംഭം, നമ്മൾ ഗൃഹപ്രവേശനം നടത്തുന്ന സമയത്ത് ശാസ്താവെങ്കിൽ ഉള്ള അനുവാദങ്ങളെല്ലാം വാങ്ങിച്ച് ഗൃഹപ്രവേശനം നടത്തണം എന്നാണ് പറയുന്നത്. കാരണം ഒരു പുതിയ ഭവനത്തേക്ക് നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ രോഗമില്ലാതെ, അതായത് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കണം എന്നുള്ള പറയും. രോഗകാരകനാണ് ശനി. അസുഖങ്ങളില്ലാതെ മനസ്സമാധാനത്തോടെ ഇരിക്കണം, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം പുതിയ ഭവനത്തിലേക്ക്. ഇതൊക്കെയാണ് വേണ്ടത് പുതിയ ഭവനത്തേക്ക് പോകുന്ന സമയത്ത്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ശനിയെ കൊണ്ട് നമ്മൾക്ക് പരിഹാരമാർഗം ചെയ്യാവുന്നതാണ്. പിന്നെ ഭാഗ്യസൂക്ത വഴിപാട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഇടയ്ക്കിടയ്ക്കെന്ന് വെച്ച് പറഞ്ഞാൽ ആകെ ജൂലൈ മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഉത്തമമായി, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആദ്യം ജൂലൈൻ്റെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പക്ഷം വളരെ ഉചിതപരമായിരിക്കും എന്നാണ് പറയാം. അതുപോലെ തന്നെ സക്സസ് സംബന്ധമായിട്ടുള്ളതും ജ്യോതിഷ സംബന്ധമായിട്ടുള്ളതും ബുദ്ധി സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്നവർക്കും വളരെ ഗുണകരപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അലോപ്പതി, മെഡിക്കൽ ഷോപ്പ്, അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും, ഗുണഭോക്തൃ സംബന്ധമായിട്ടുള്ളതും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലപരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ മേൽക്കോയ്മ വരുന്ന ഒരു സമയം തന്നെയാണ് കാണുന്നത്. കാരണം ഇത് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇറങ്ങി വരുവാനുള്ള സാധ്യതയുണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്. അത് കാരണം ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവർക്ക് വളരെ അനുകൂല സമയത്താണ് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. ഇനി വരാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ശുക്രൻ അനുകൂല സ്ഥിതി വരില്ല. ശുക്രൻ സിനിമൻ്റെ കാരകത്വം വഹിക്കുന്ന ഒരാളാണ്, കലാകാരനാണ് എന്നൊക്കെ പറയാം.
അത് കാരണം കൊണ്ട് സിനിമാ മേഖലയുള്ളവർക്ക് ഇപ്പോൾ ചെയ്യുന്ന പണിയെല്ലാം ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയുന്നത്. ശുക്രൻ്റെ രാശി മാറ്റം വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ശുക്രൻ്റെ രാശി മാറ്റം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ 7ാം ഭാവത്തിൽ വന്നു ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത്. വിദേശ സംബന്ധമായിട്ട് ധനുക്കൂറുകാർക്ക് വിദേശ സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ട് വല്ല പ്രവർത്തിക്കാനോ പോകാനോ മറ്റുള്ളവരെ പറ്റുമെന്ന് വെച്ച് പറഞ്ഞാൽ ജാതകം കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല ദശാകരണമൊക്കെയാണ് തീർച്ചയായിട്ടും പോകാൻ പറ്റും. അതിന് പോകാനുള്ള സാധ്യത ഉണ്ടാവും എന്നാണ് പറയുന്നത്. നാട് വിട്ട് പോവുക എന്നുള്ളത് പറയുന്നത്, സ്വന്തം രാജ്യം വിട്ട് പോവുക എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പോയി എല്ലാവരും ഇപ്പോൾ യൂറോപ്യൻ, ആസ്ട്രേലിയ, ജർമ്മനി അങ്ങനെയുള്ള പല സ്വിറ്റ്സർലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി തുടങ്ങിയിരിക്കുന്നു. ഇനി എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ആലോചനയിലാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നുള്ള സംഭവമാണ് പറയുന്നത്. പിന്നെ പുതിയ മേഖല തുറന്ന് കിടക്കണം. ഇനി പുതിയ മേഖല തുറന്നു കൊടുക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. തണുത്ത് ഉറഞ്ഞ് ഓടിക്കിടക്കുന്ന പാറങ്കല്ല് പോലെ മഞ്ഞ് കട്ടയായിട്ട് കിടക്കുന്ന കുറേ ഗ്രാമങ്ങളുണ്ട്. അവിടെ കുറച്ച് ജനങ്ങളേ ഉള്ളൂ. അവിടെ വികസനമൊന്നുമില്ല. അവിടെ ഇനി ഇവർ പോയിട്ട് വേണം വികസനം വരുത്തിയിട്ട് കൊണ്ടുവരാമെങ്കിൽ. അതായത് മഞ്ഞ് കട്ടകളിനെയൊക്കെ ഒരുക്കി ഒരു സമയത്ത് ഗൾഫ് മേഖലയിലെല്ലാം വേറെ മരുഭൂമിയായിട്ടുള്ളവരിനെയൊക്കെ മരുഭൂമിയൊക്കെ മാറ്റി ബിൽഡിങ്ങുകളായിട്ട് മാറ്റി അന്തസ്സായിട്ട് വളർത്തിക്കൊണ്ട് വൃന്ദാവനമാരി കൊണ്ടുവന്ന ആളുകളാണ് കേരളത്തിലുള്ളവർ, ഇന്ത്യക്കാരെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർ വന്നിട്ട് ഇനി അവിടെ പോയിട്ട് മഞ്ഞ് കട്ടയിൽ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം മാറ്റി മറിച്ച് വരുന്ന ഒരു സംവിധാനം. എത്ര ശമ്പളം വേണം കൊടുക്കാൻ തയ്യാറാണ് അവർ. പക്ഷെ എന്താ പറഞ്ഞാൽ മഞ്ഞിനെ അതിജീവിച്ച് പോകാനുള്ള ശക്തി വേണം എന്നാണ് പറയുന്നത്. മണ്ണിനെയല്ല മഞ്ഞ് കട്ടകളിലാണ് പണി നടക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഇഷ്ടമായ ആൾക്കാർക്ക് വേക്കൻസി വരുന്നുണ്ട്. ആരും പേടിച്ചിട്ട് പോകുന്നില്ല. കാരണം ചിലപ്പോൾ ഉറങ്ങിയെടുക്കുന്ന സമയത്ത് നമ്മൾ മരവിച്ച് പോകുമെന്നുള്ളൊരു പേടി കാരണം കൊണ്ട്. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ എന്തിനും തയ്യാറായിട്ടുള്ളവരാണ് മലയാളികൾ എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതുമല്ല, നമ്മുടെ തെക്കൻ ജില്ല എന്ന് വെച്ച് പറഞ്ഞാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ എന്ത് വന്നാലും പോയിട്ട് കാര്യമുള്ളൂ, ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പഴുത്തെറിഞ്ഞ് വരാമെന്ന് പോകാനുള്ള സാധ്യത. അങ്ങനെയുള്ളവർക്കും പോയിട്ട് നോക്കിയിട്ട് വരാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ധനുക്കൂറുകാർക്ക് എന്തായാലും ഈ മാസം വളരെ ഉചിതപരമായിട്ടൊരു മാസമാണ്. നമസ്കാരം.